ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ BA സോഷ്യോളജിയിലെ 4th സെമ്മിലെ സോഷ്യോളജി ഓഫ് കേരള എന്ന് പറയുന്ന പേപ്പറാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈഗ്രേഷനാണ്. മൈഗ്രേഷൻ്റെ ടൈപ്സ്, ഇൻ മൈഗ്രേഷൻ, ഔട്ട് മൈഗ്രേഷൻ, നോർത്ത് ആൻഡ് ഈസ്റ്റേൺ മൈഗ്രേഷൻ ടു കേരള. സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മൈഗ്രേഷൻ എന്താണ്, അതുപോലെ തന്നെ ഗൾഫ് മൈഗ്രേഷൻ, ഇൻ മൈഗ്രേഷൻ ആൻഡ് ഔട്ട് മൈഗ്രേഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തികൾ അല്ലെങ്കിൽ ആളുകൾ എന്താണ് ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് എന്തെങ്കിലും ജോലിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ലിവിങ് കണ്ടീഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവിടെയുള്ള ബെറ്റർ ഫെസിലിറ്റീസ് കണ്ടിട്ടൊക്കെ എന്ത് ചെയ്യുക, ഒരു താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് വേറെ പ്രദേശത്തേക്ക് പോകുന്നതിനെയാണ് എന്ത് പറയാ, മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അത് ജോലിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ നല്ലതായതുകൊണ്ടോ അല്ലെങ്കിൽ നല്ല ഫെസിലിറ്റീസ് ഉള്ളതുകൊണ്ടോ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതുകൊണ്ടോ ഒക്കെ ആവാം, എന്ത് കാരണം കൊണ്ടും ആവാം അങ്ങനെ ഉണ്ടാകുന്നത്. അപ്പം അതിന് നമുക്ക് എന്ത് പറയാം, മൈഗ്രേഷൻ എന്ന് പറയാം. ഇപ്പം ഇന്ത്യൻ എത്ര കാര്യങ്ങൾ കൊണ്ടാണ് മൈഗ്രേഷൻ ഉണ്ടാവുന്നത്? നല്ല ജോലി ഉണ്ടാകുമ്പോൾ, നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ടാകുമ്പോൾ, നല്ല ഇൻഫ്രാസ്ട്രക്ചർ, നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുമ്പോൾ, ബെറ്റർ ലിവിങ് കണ്ടീഷൻസ് ഉണ്ടാകുമ്പോൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊണ്ട് എന്തുണ്ടാവും, പറയുന്ന പോലെ മൈഗ്രേഷൻസ് ഉണ്ടാവും. പിന്നെ അതുപോലെ ചിലപ്പോൾ നമ്മുടെ ആളുകൾ നമ്മുടെ കൺട്രിയിലുള്ള ഒരു ലിവിങ് കണ്ടീഷന്, നമ്മുടെ ജീവിത സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരിക, പൊളിറ്റിക്കലായിട്ടുള്ള കുറേ എന്താ പറയുക തടസ്സങ്ങൾ, സോഷ്യലായിട്ടുള്ള എക്കണോമിക്കലായിട്ടുള്ള പ്രോബ്ലംസ്, അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടൊക്കെ ഈ പറയുന്ന മൈഗ്രേഷൻസ് സംഭവിക്കാറുണ്ട്. ഇനി മൈഗ്രേഷൻ എന്ന് വരുന്ന സമയത്ത് തന്നെ ഒരുപാട് ടൈപ്സ് മൈഗ്രേഷൻസ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് വരുന്നതാണ് ഇൻ മൈഗ്രേഷനും ഔട്ട് മൈഗ്രേഷനും. അപ്പൊ നമ്മള് ഈ മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാ, ഒരു കൺട്രിയിൽ നിന്ന് നമ്മൾ ഒരു കൺട്രിയിലേക്ക് തന്നെ മൈഗ്രേറ്റ്, മീൻസ് നമ്മളിപ്പോ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്ക് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യണം. അപ്പൊ സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്, നോർത്ത് ഓർ ഈസ്റ്റേൺ മൈഗ്രേഷൻ എന്നൊക്കെ പറയാൻ പറ്റും. അപ്പൊ നമ്മൾ നോർത്തിലുള്ള ഒരു ബീഹാറിലോ ഒറീസയിലോ അല്ലെങ്കിൽ ആന്ധ്രയിലോ, ആന്ധ്രയല്ല, നമ്മുടെ ഡൽഹിയിലൊക്കെ ഉള്ള ആൾക്കാർ, രാജസ്ഥാനിലൊക്കെ ഉള്ള ആൾക്കാർ നമ്മുടെ കേരളത്തിലേക്ക് വരികയാണ്. അതുപോലെ കേരളത്തിലുള്ളവർ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പൊ അവിടെ ഒരു നോർത്ത് ആൻഡ് ഈസ്റ്റേൺ മൈഗ്രേഷൻ ആണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഈസ്റ്റേൺ നോർത്ത് മൈഗ്രേഷൻ ആണ് നടക്കുന്നത്. അപ്പൊ നമ്മള് ആ ഒരു രീതിയിലുള്ള മൈഗ്രേഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. പിന്നെ അത് പോരാഞ്ഞിട്ട് നമ്മുടെ സ്റ്റേറ്റിലുള്ള ഇന്റർസ്റ്റേറ്റ് മൈഗ്രേഷൻ തന്നെ നടക്കുന്നുണ്ട്. ഇന്റർസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്ക് പോവാം. മറ്റേത് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെ പ്രദേശങ്ങളിലേക്ക് മാറാം. അപ്പൊ മലപ്പുറത്തുള്ള ആൾ കോഴിക്കോട് വന്നിട്ട് താമസിക്കുക, അപ്പൊ പ്ലേസിലുള്ള ഒരു ഇന്റർചേഞ്ച് അവിടെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് മൈഗ്രേഷൻസ് ഉണ്ട്. പിന്നെ വേറെ മൈഗ്രേഷൻ ഉണ്ട്, ഔട്ട് മൈഗ്രേഷൻ. ഔട്ട് മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രിയിൽ നിന്ന് നമ്മൾ വേറൊരു കൺട്രിയിലേക്ക് പോകാം. പിന്നെ അതുപോലെ ഇന്റർനാഷണൽ മൈഗ്രേഷൻ ഉണ്ട്, അതും അത് തന്നെയാണ്. അതായത് നമ്മൾ ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പൊ നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർ ദുബായിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ US ഒക്കെ പോവാം, ലണ്ടനിലേക്കൊക്കെ പോവാം. അതൊരു ഇന്റർനാഷണൽ മൈഗ്രേഷൻ എക്സാമ്പിൾ ആണ്. പിന്നെ വരുന്ന മൈഗ്രേഷൻസ് ആണ് റൂറൽ ടു റൂറൽ മൈഗ്രേഷൻ. ഒരു ഗ്രാമത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് തന്നെ മൈഗ്രേറ്റ് ചെയ്ത് പോവാം, ഒരു ഗ്രാമത്തിൽ നിന്ന് വേറൊരു ഗ്രാമത്തിലേക്ക് എന്ത് ചെയ്യാം, മൈഗ്രേറ്റ് ചെയ്ത് പോവാം. പിന്നെ അതുപോലെ റൂറൽ ടു അർബൻ മൈഗ്രേഷൻ, ഗ്രാമത്തിൽ ജീവിച്ച ആൾക്കാർ അർബൻ ഏരിയാസിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോവാം. പിന്നെ അർബൻ ടു അർബൻ മൈഗ്രേഷൻ, നമ്മൾ വലിയ നഗരത്തിൽ ജീവിക്കുന്ന ആൾ ആ നഗരത്തിൽ നിന്ന് വേറെ അതിനേക്കാൾ വലിയൊരു നഗരത്തിലേക്ക് പോവാം. അത് എന്താണ്, ഒരു ടൈപ്പ് ഓഫ് മൈഗ്രേഷൻ. അങ്ങനെ കുറെ ടൈപ്സ് ഓഫ് മൈഗ്രേഷൻ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഗൾഫ് മൈഗ്രേഷനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം 5000 വർഷങ്ങളായിട്ട് നമ്മുടെ ഇക്കണോമിക്കൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് തന്നെ ഗൾഫിൽ നിന്ന് നമുക്ക് GCC കൺട്രികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ഇൻകം തന്നെയാണ്. നമ്മുടെ ആളുകൾ അവിടെ വർക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ഇൻകം തന്നെയാണ് നമ്മുടെ GDP-യിൽ ഏറ്റവും കൂടുതൽ വരുന്നത് എന്ന് പറയുന്നത്. അപ്പം GCC കൺട്രി തന്നെ ഗൾഫ് കൺട്രീസ് ആണ്. ഗൾഫ് കൺട്രീസ് എന്ന് പറയുമ്പോൾ ഏകദേശം 6 കൺട്രീസ് വരും. ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, പിന്നെ UAE, അങ്ങനെ 6 കൺട്രീസിൽ നിന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഗൾഫ് കൺട്രീസിൽ നിന്നാണ് ഏകദേശം ഒരുപാട് പൈസ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇന്ത്യൻ മണിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നുണ്ട്. അത് നമ്മുടെ ഒരു ഇക്കണോമിക്കൽ ഡെവലപ്മെന്റിന് വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ടെന്ന് പറയാം. ഏകദേശം 89.4% ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്ന മൈഗ്രേഷൻ ഈ പറയുന്ന 6 കൺട്രീസിലേക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്.
പിന്നെ ഒരു ഓയിൽ ബൂമിനെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഓയിൽ പോലെയുള്ള സംഭവങ്ങൾ, ബിസിനസ്സും കാര്യങ്ങളും ഒരു ഇതൊക്കെ ചെയ്യുന്നത് ഗൾഫ് കൺട്രീസ്, GCC കൺട്രീസ് ആണ്. അതിൽ നിന്നാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഓയിൽ ഇൻകമാണ് ഏറ്റവും കൂടുതൽ മണിയായിട്ട് അവർക്ക് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ അവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പോലെയുള്ള സംഭവങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പല രീതിയിലുള്ള ഒരു സോഷ്യൽ സർവീസസ്, ഹെൽത്ത് കെയർ സെക്ടർ, എഡ്യൂക്കേഷൻ, ഇതൊക്കെ പല രീതിയിലും എന്താണ് ഇവിടെയുള്ള ആൾക്കാരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫാക്ടർ ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ GCC കൺട്രീസിലുള്ള ഇന്ത്യൻ എമിഗ്രൻസിന് അവിടെയുള്ള ഒരു 5 ഫേസസ് പറയുന്നുണ്ട്. ഡോക്ടർ നരേഷ് കുമാർ അദ്ദേഹം ഒബ്സർവ് ചെയ്തിട്ടുള്ള 5 ഫേസസ് പറയുന്നുണ്ട്. ഫസ്റ്റ് ഫേസ് 1990 to 93, രണ്ടാമത്തെ ഫേസ് 1993 to 97, പിന്നെ 98 to 99, പിന്നെ 2000, 2008, 2009, 2011. ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ഫേസസ് ആയിട്ടാണ് അതിൽ പറയണത്. ഫസ്റ്റ് ഫേസിൽ ഒരു ഗൾഫ് വാറൊക്കെ നടക്കുന്ന സമയമാണ്. പല പൊളിറ്റിക്കൽ ക്രൈസിസ് കാരണം ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് കുറെ ആൾക്കാർ എന്താണ് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന ഒരു ടൈമാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ വർക്ക് പെർമിറ്റും കാര്യങ്ങളൊക്കെ ആനുവലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ആ ഒരു ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഹെൽത്ത് ഹോസ്പിറ്റൽസ്, ഇക്കണോമിക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലുള്ള സംഭവങ്ങൾ, സർവീസ് സെക്ടേഴ്സ്, ബാങ്കിങ് ഒക്കെ എന്നാണ് ഈ പറയുന്ന നമ്മുടെ ബാക്കിയുള്ള കൺട്രീസിലുള്ള ആൾക്കാർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അങ്ങനെ വർക്ക് പെർമിറ്റും കാര്യങ്ങളും കോൺട്രാക്ട് പോലുള്ള സംഭവങ്ങൾ ഗൾഫ് കൺട്രീസിൽ കൊടുക്കാൻ തുടങ്ങിയ ഒരു ടൈമാണ് സെക്കൻഡ് ഫേസ്. തേർഡ് ഫേസ് ആകുമ്പോഴേക്കും അതിലൊരുപാട് മാറ്റങ്ങൾ വന്നിട്ട് ഒരു ലേബർ മാർക്കറ്റിലും അതുപോലെ തന്നെ ലോക്കൽ മാർക്കറ്റിലും പോലെയുള്ള സംഭവങ്ങളൊക്കെ വരാൻ തുടങ്ങി. പിന്നെ ഫോർത്ത് ഫേസ് ആകുമ്പോഴേക്കും അതിൽ കുറെ മാറ്റങ്ങൾ വന്നു. കുറെ എന്താ പറയുക, മൈഗ്രേഷൻ പരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ആനുവലി ആയിട്ടുള്ള വർക്ക് പെർമിറ്റ് പോലെ കാര്യങ്ങൾ കൊടുക്കാൻ തുടങ്ങി. അതായത് ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് ആൾക്കാർക്ക് മാത്രം വർക്ക് പെർമിറ്റ് കൊടുക്കുന്ന രീതിയിലേക്ക് മാറി. പിന്നെ ഫിഫ്ത്ത് ഫേസ് ആകുമ്പോഴേക്ക് അതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പർട്ടിക്കുലർലി കുറെ GCC കൺട്രീസിലുള്ള ഏഷ്യൻ വർക്കേഴ്സിന്റെ, ഏഷ്യൻ ലേബേഴ്സിന്റെ ഇടയിൽ തന്നെ പല എന്താ പറയാ, ഒരു കോൺട്രാക്ട് പോലെ വർക്ക് പെർമിറ്റ് കോൺട്രാക്ട് സംഭവങ്ങളൊക്കെ വരാൻ തുടങ്ങി. അതിൽ തന്നെ പീരീഡിൽ ഇത്രയും ആവറേജ് ആൾക്കാരെ പാടുള്ളൂ എന്നുള്ള രീതിയിലേക്ക് മാറി. അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇതിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇൻ മൈഗ്രേഷൻ നോർത്ത് ആൻഡ് ഈസ്റ്റേൺ മൈഗ്രേഷൻ ടു കേരള. അതിന് ചെറിയൊരു പോർഷൻ നമ്മൾ പറഞ്ഞതാണ്. ഇത് കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള സംഭവമാണ്. കാരണങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു, പിന്നെ ഏതൊക്കെ സ്റ്റേറ്റ്സിൽ നിന്നാണ് കേരളത്തെ സ്പെസിഫൈ ചെയ്തിട്ട് പറയുന്ന ഒരു സാധനമാണ്. അതായത് കേരളത്തിലേക്ക് ഒരുപാട് മൈഗ്രേഷൻസ് നടക്കുന്നുണ്ട്. നോർത്ത് ആൻഡ് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ നിന്ന് ഒരുപാട് ആളുകൾ കേരളത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു മൈഗ്രേഷനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. കേരളത്തിലുള്ള മൈഗ്രേഷനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോങ് ഹിസ്റ്ററി തന്നെ അതിനെ പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. 1970, 1980, 1990 കാലഘട്ടത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ എന്താ പറയാ കേരളത്തിലേക്ക് അതർ സ്റ്റേറ്റ്സിലുള്ള നൈബർഹുഡ് അല്ലെങ്കിൽ നൈബറിംഗ് സ്റ്റേറ്റ്സിലുള്ള ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, കേരളത്തിലേക്ക് വരാൻ തുടങ്ങിയത്. അത് എക്സ്പെഷ്യലി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് തമിഴ്നാട്, കർണാടക പോലുള്ള സ്റ്റേറ്റിൽ നിന്നാണ് ആളുകൾ കൂടുതലായിട്ട് വന്നത്. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴേക്ക് വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ബീഹാർ, ആസാം, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് തുടങ്ങിയ ഒരുപാട് സ്റ്റേറ്റ്സിൽ നിന്ന് ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ലാബേഴ്സ് ആളുകൾ കേരളത്തിലേക്ക് വരാൻ തുടങ്ങി. പിന്നെ ഇന്റർസ്റ്റേറ്റ് മൈഗ്രേഷൻസ് കേരളത്തിൽ, ഇന്റർനാഷണൽ മൈഗ്രേഷൻസ്, അതുപോലെ ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഇന്റർസ്റ്റേറ്റ് മൈഗ്രേഷൻസ്, ഇന്റർസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റിനുള്ളിൽ തന്നെയുള്ള മൈഗ്രേഷൻസ്. ഇന്റർനാഷണൽ എന്ന് പറയുന്നത് ഗൾഫിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രീസിലേക്കോ പോകുന്ന മൈഗ്രേഷൻസ്. അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള മൈഗ്രേഷൻസ് ഒക്കെ കേരളത്തിൽ നിന്ന് ആളുകൾ പോകുന്ന പോലെ തന്നെ അതർ സ്റ്റേറ്റ്സിൽ നിന്ന് ആളുകൾ പോകുന്നുണ്ട്. അതേപോലെ ഈ പറയുന്ന ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, സ്റ്റേറ്റ് മൈഗ്രേഷൻസ് ചെയ്യാൻ തുടങ്ങി. ഇന്റർ സ്റ്റേറ്റ് മൈഗ്രേഷൻസ്, ഇന്റർ എന്ന് പറയുമ്പോൾ ഉള്ളില്, ഇന്റർ എന്ന് പറയുമ്പോൾ പുറത്തുള്ള സ്റ്റേറ്റ്സിൽ നിന്നും ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, വരാൻ തുടങ്ങി. അങ്ങനെ പ്രധാനമായിട്ടും ആളുകൾ കേരളത്തിലേക്ക് ഈ പറയുന്ന പോലെ വരാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്.
ഇതിൽ പറയുന്നുണ്ട് നോർത്തിലുള്ള ആളുകൾ കേരളത്തിലേക്ക് വരാനുള്ള ഹൈ റെമ്യൂണറേഷൻ ആണ്. ഡെയിലി വേജ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വലിയ രീതിയിലുള്ള ഒരു പേയ്മെന്റ് ലഭിക്കുന്നുണ്ട്. അതുതന്നെയാണ് അവർ അതർ സ്റ്റേറ്റിൽ നിന്ന് ബീഹാർ, ഒഡീഷ ഒക്കെ പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് അവരിങ്ങോട്ടേക്ക് കുടിയേറി വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള റെമ്യൂണറേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ സ്ത്രീ വർക്കേഴ്സിന് നല്ല സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേരളത്തിൽ. അതുപോലെ തന്നെ കേരളത്തിലൊരു ഒരു അർബനൈസേഷൻ സംഭവിച്ച ഒരു നഗരമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ബെനഫിറ്റ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റിന്റെ ഇക്കണോമിക്കൽ പരമായിട്ടുള്ള മാറ്റങ്ങൾ അതിനെ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെന്റ് പോലെയുള്ള സംഭവങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള വർക്കുകൾ, അതായത് അൺസ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനും കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത്ര കാര്യങ്ങളൊക്കെ കേരളത്തിൽ അവർക്ക് ലഭിക്കുന്നുണ്ട്. കാരണം കൊണ്ട് തന്നെയാണ് അവർ എന്താ തുടങ്ങി കേരളം ഒരു ബെറ്റർ വർക്കിംഗ് കണ്ടീഷനുള്ള സ്റ്റേറ്റ് ആയിട്ട് അവർ പറയുന്നതും അവർ വരുന്നതും. അപ്പൊ അവർ വെച്ച് നോക്കുന്ന സമയത്ത് അവരുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ ഡെയിലി ഒരു ഇൻകം എന്ന് പറയുന്നത് 320 അല്ലെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 350, 400 ആ ഒരു റേഞ്ചാണ് അവർക്ക് പൈസ കിട്ടുക. പക്ഷെ കേരളത്തിലേക്ക് അവർ വന്നപ്പോൾ അവർക്ക് ഒരു ഡെയിലി വേജ് അവർക്ക് കിട്ടുന്നത് 800 മുതൽ 1000 രൂപ വരെയാണ്. അപ്പൊ ആ ഒരു പേയ്മെന്റ് കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, കേരളത്തിലേക്ക് കുടിയേറി പാർക്കാൻ തുടങ്ങിയത്. അപ്പം ഈ ഒരു നോട്ട്സിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് റൂറൽ ഏരിയാസിൽ 321 റുപ്പീസാണ്, കേരളത്തിൽ 767 റുപ്പീസാണ് കൊടുക്കുന്നത് ഡെയിലി വർക്കറിന്. പിന്നെ അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റ്സിൽ വെസ്റ്റ് ബംഗാൾ ആണെങ്കിൽ 329 രൂപയാണ്, ഉത്തർപ്രദേശ് 247, അങ്ങനെയുള്ള ഒരു ഒഡീഷ 239. പക്ഷെ കേരളത്തിന് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിൽ കൊടുക്കുന്നത് 767 രൂപയാണ്. അപ്പൊ ഈ ഒരു കാര്യം തന്നെയാണ് എന്താണ് ഈ പറയുന്ന കേരളത്തിലേക്ക് ബാക്കിയുള്ള സ്റ്റേറ്റ്സിൽ നിന്ന് ആളുകൾ വരാനുള്ള കാരണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ എന്താ പറയാ, ഇങ്ങനെ നാൾക്ക് നാളെ നമ്മൾ എന്ത് ചെയ്യാണ്, നഗരവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് തന്നെ കുറെ കൺസ്ട്രക്ഷൻ വർക്ക് പോലെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അവർ സ്റ്റേറ്റ്സിൽ നിന്ന് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അഗ്രികൾച്ചറൽ പ്ലാന്റേഷൻ വർക്കറായിട്ടും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആയിട്ടും കാഷ്വൽ ലേബേഴ്സ് ആയിട്ടും പിന്നെ റോഡ് വർക്കേഴ്സ് ആയിട്ടും ഡൊമസ്റ്റിക് വർക്കേഴ്സ് വീട്ടുജോലികൾ ചെയ്യുന്ന രീതിയിലും കാർപ്പന്റേഴ്സ് ആയിട്ടും പ്ലംബേഴ്സ് ആയിട്ടും ഇലക്ട്രീഷ്യൻസ് ആയിട്ടും അങ്ങനെ പിന്നെ ഹോട്ടൽ ജോലികൾ ചെയ്യുന്ന രീതിയിൽ കൊയറി പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്നത് അങ്ങനെ പല രീതിയിലുള്ള ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന രീതിയിലും മില്ലിൽ ജോലി ചെയ്യുന്ന അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും ഇപ്പൊ എന്താൻ തുടങ്ങി അതർ സ്റ്റേറ്റ്സിലുള്ള ആളുകൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇതിൽ പറയണത്. ബാക്കിയുള്ള സ്റ്റേറ്റ്സിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന മൈഗ്രേഷൻസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇൻമൈഗ്രേഷൻ പിന്നെ ഇന്റർ സ്റ്റേറ്റും ഇൻട്രാ സ്റ്റേറ്റ് മൈഗ്രേഷനും മനസ്സിലാക്കുക. ഇൻട്രാ എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ള നമ്മുടെ സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെയുള്ള മൈഗ്രേഷൻസ്. അപ്പൊ ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ നിന്ന് കാസർഗോഡ് നിന്ന് കണ്ണൂരിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുക, അതെന്താണ് ഇൻട്രാ സ്റ്റേറ്റ് ആണ്. ഇന്റർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പുറത്ത്, കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രാപ്രദേശിൽ നിന്ന് കേരളത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക, അതാണ് ഇന്റർ സ്റ്റേറ്റ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഈ നോർത്ത് ആൻഡ് ഈസ്റ്റേൺ മൈഗ്രേഷൻ എന്ന് പറയുമ്പോഴോ നോർത്തിലുള്ള അല്ലെങ്കിൽ ഈസ്റ്റേണിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, കേരളത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക, അതേപോലെ കേരളത്തിലുള്ളവർ അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യുക. ഇങ്ങനെ പല രീതിയിലുള്ള മൈഗ്രേഷൻസ് ആണുള്ളത്. അപ്പൊ അതൊക്കെ ഓരോന്ന് എന്തായാലും മനസ്സിലാക്കുക. ഇതെന്തായാലും ക്വസ്റ്റ്യൻസ് വരാറുള്ളൊരു ടോപ്പിക്കാണ്. അപ്പൊ അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നല്ല, ജസ്റ്റ് ഒന്ന് കേട്ടാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.